ഹലോ ഗായ്സ്, വീണ്ടും ഒരു ചായ ആയിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. ഈ ചായ ഒരു ഭയങ്കര എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. കാരണം നമ്മൾ ഇവിടെയൊക്കെ ദുബായിൽ തുടക്കകാലത്തൊക്കെ നമ്മൾ വന്ന സമയത്ത് നമുക്ക് അക്കോമഡേഷനും മറ്റുമൊക്കെ കമ്പനി വന്നിരുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പുറത്ത് പോവുക അതുപോലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയും മറ്റൊക്കെ ഉള്ളവർക്കാണ് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വലിയൊരു ഹൈവേ മുറിച്ച് കടന്ന് അവിടെ നിന്ന് ബസ്സും മറ്റുമൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാനും മറ്റുമൊക്കെ. അപ്പോൾ അത് ഭയങ്കര റിസ്കി ആയിരുന്നു. കാരണം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ വെള്ളിയാഴ്ച നമുക്ക് ജുമാക്ക് പോകാനും മറ്റുമൊക്കെയാണ് നമ്മൾ ഈ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ആ ഒരു മാർഗം. ചിലപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് കിടക്കുന്ന സമയം കൊണ്ട് ചിലപ്പോൾ ബസ് മിസ്സായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കാരണം 1 മണിക്കൂർ കൂടുമ്പോൾ 1.5 മണിക്കൂർ കൂടുമ്പോഴൊക്കെയാണ് നമുക്ക് ബസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ തുച്ഛമായ സാലറിക്കല്ല നമ്മളെല്ലാവരും തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു സാലറി നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാലറിയിൽ നിന്ന് നമ്മൾ വീട്ടിലേക്കും മറ്റുമൊക്കെ ആയിട്ട് സാലറി കിട്ടുന്ന ദിവസം തന്നെ വീട്ടിലേക്കും മറ്റുമൊക്കെ നമ്മൾ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകെ ഒരു മാസത്തെ ഫുൾ ചിലവിനായിട്ടുണ്ടായിരുന്ന ആകെ 150 ദിർഹംസ്. നാട്ടിലൊരു 3000 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് നമുക്ക് റീചാർജ് ചെയ്യണം, അതുപോലെ ഫുഡ് കഴിക്കണം, അങ്ങനെ എങ്ങോട്ടേലും ട്രാവൽ ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ സാലറി കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഒരു ഇതേപോലെ ബസ് എടുത്ത് നമ്മൾ നേരെ എങ്ങോട്ടേലും ബർദുബായിലായിരുന്നു ഒന്നും പോയിരുന്നു. ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ബർദുബായി പോയി നമ്മൾ അവിടുന്ന് ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് നാട്ടിലേക്ക് കാശ് അയച്ച് അവിടുന്ന് നല്ലൊരു ഭക്ഷണം കഴിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ തന്നെ ഈ 150 നിന്ന് അതൊരു 120 ആയിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു മാസം നമുക്ക് തള്ളി നീക്കണം. നമുക്ക് കിട്ടുക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു ആദ്യത്തെ ഒരു 10 ദിവസം 15 ദിവസം നമ്മൾ കുറച്ച് ലക്ഷറി ആവും. അപ്പോൾ ആ ലക്ഷറി ആകുമ്പോൾ നമ്മൾ കാരണം ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ കുറച്ച് നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കും. അങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊരു 100 ദിർഹംസോളം 15 ദിവസം കൊണ്ട് നമുക്ക് ചിലവാകും. പിന്നെ നമുക്കുണ്ടാവും ആകെ 50 ദിർഹംസാണ്. അപ്പോൾ ഈ 50 ദിർഹംസ് കൊണ്ട് നമുക്ക് ഈ ബാക്കി 15 ദിവസം തള്ളി നീക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ചായ വെട്ടിക്കുറയ്ക്കും. ആദ്യമൊക്കെ നമ്മൾ അവിടെ ഒന്നാമത് നമുക്ക് അവിടെ ഫ്രഷ് മിൽക്ക് മറ്റൊന്നും കിട്ടില്ല, ആകെ കറക്റ്റി മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ കിട്ടുന്ന കറക്റ്റി കുടിക്കൽ നമ്മൾ നിർത്തും. പിന്നെ ലിപ്ടൺ വാങ്ങി അത് മുക്കി കട്ടൻ ചായ മാത്രമാകും. പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി മറ്റൊക്കെ ഉണ്ടാവും. ചിക്കൻ കറി അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമുക്ക് ചിക്കൻ ബ്രസ്റ്റും ഇതൊക്കെ സെപ്പറേറ്റ് വാങ്ങിച്ച് കിട്ടുമല്ലോ. അപ്പോൾ ഒരു ചിക്കൻ എടുത്തിട്ട് അതിൽ നിന്ന് ബ്രസ്റ്റും മറ്റും അങ്ങനെ വേണ്ടതൊക്കെ സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് എല്ലും പൊടിയൊക്കെ ആയിട്ടുള്ള കുറച്ച് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ വേസ്റ്റ് ഇങ്ങനെ അവരിങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് വെറും 3 ദിർഹംസേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ വാങ്ങിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉരുളൻകിഴങ്ങ് വാങ്ങിച്ച് ഈ പാർട്സും വാങ്ങിച്ച് ഇത് നുറുക്കി ഒരു കറി വെച്ച് തോനെ കറി വെച്ചിട്ട് അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. പിന്നെ ഒരു വലിയ കുബൂസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ 5 ദിവസം നമുക്കൊരു 5 ദിർഹംസ് ചിലപ്പോൾ ഒരു റൊട്ടിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരു റൊട്ടി വാങ്ങിച്ച് നമ്മൾ കഴിക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 5 ദിർഹംസ് കൊണ്ട് നമുക്ക് 5 ദിവസം തള്ളി നീക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കറി ഉണ്ടാക്കി വെച്ച് അതൊരു 3 ദിവസം 5 ദിവസമൊക്കെ വാങ്ങിച്ച് കൂട്ടി അങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ച് അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ഈ അവിടുന്ന് എങ്ങോട്ട് പുറത്ത് ചാടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്വർഗം കിട്ടുന്നൊക്കെ പ്രതീതിയാണ്. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടായി നമ്മുടെ കസിൻസ് ആരെല്ലാം വന്ന് നമ്മൾ പിക്ക് ചെയ്ത് കൊണ്ടുപോവുക, എന്നിട്ട് അവരുടെ അടുത്ത് പോയി നമ്മൾ നല്ല സ്വാദുള്ള ഭക്ഷണം. അപ്പോഴാണ് നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെയും മറ്റുമൊക്കെ ഒരു വിലയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഈ ചാളല്ല മത്തിയൊന്നും ഞാൻ ഒരുപാട് നാളായി ഞാൻ കഴിച്ചിരുന്നില്ല. അപ്പോൾ വീട്ടിലൊക്കെ ആകുമ്പോൾ മത്തി അവർ വാങ്ങിച്ച ദിവസം ഞാൻ വാശി പിടിച്ച് ഞാൻ ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ഉമ്മ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കും, ഇല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ വാങ്ങിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ വന്ന ഇതുപോലെ ഞാനൊരു 5-10 ദിവസമൊക്കെ അതുപോലെ വെയിറ്റ് പിടിച്ചിരുന്നു. പിന്നെ മനസ്സിലായി വെയിറ്റ് പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാതെ ആദ്യം ഈ ചാളക്കറിയുടെ
കറി മാത്രം കൂട്ടി തുടങ്ങി, പിന്നെ പൊരിച്ചത് കഴിക്കാൻ തുടങ്ങി, പിന്നെ പച്ചയും എല്ലാം കഴിക്കാൻ തുടങ്ങി. അതിന് വേറെ ഓപ്ഷൻസ് ഇല്ലാതെ നമ്മൾ കഴിച്ചു പോകും. അപ്പോൾ അങ്ങനെയായി. അപ്പോൾ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു ചായ, ഒരു ഫ്രഷ് മിൽക്ക് ഒക്കെ കുടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ലക്ഷറിയാണ്. ഇതുപോലെ നമുക്ക് വല്ല ഈദോ ഹോളിഡേയ്സൊക്കെ വരുമ്പോൾ നമ്മൾ വല്ല കസിൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇതുപോലെ സാലറി കിട്ടുന്ന സമയത്ത് നമ്മൾ ബസ്സൊക്കെ കയറി ഫ്രണ്ട്സിൻ്റെ അടുത്തെത്തി അവിടുന്ന് അവരുടെ കൂടെയൊക്കെ ഒരു ഫ്രഷ് മിൽക്ക് കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര, അന്ന് ഭയങ്കര അത് ലക്ഷറി ആയിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് തോന്നുമ്പോൾ പോയി കുടിക്കാനും മറ്റും ഒക്കെ പറ്റുന്നുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പോയി കുടിക്കാം. അപ്പോൾ അന്നത്തെ ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ അതിജീവിച്ച് വന്നതിൻ്റെ ഒരു അങ്ങനെ നമ്മൾ കടന്നു വന്നതിൻ്റെ ഒരു ലക്ഷറിയാണ് ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ലക്ഷറി. എപ്പോൾ വേണമെങ്കിൽ പോയിട്ട് ഒരു ചായ കുടിക്കുക, നമുക്ക് വണ്ടി കാര്യങ്ങൾ, ഈ സൗകര്യങ്ങളൊക്കെ അന്നത്തെ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു ചായ ഈ ഫ്രഷ് മിൽക്ക് പോയി കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത് കുടിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ ലെവലിൽ ഇപ്പോൾ വർഷങ്ങളായിട്ടും. ഇപ്പം എന്നെ സംബന്ധിച്ച് ഓരോ വർഷങ്ങൾ അല്ലെങ്കിൽ സമയം കഴിഞ്ഞ് പോരും തോറും മാറ്റങ്ങൾ വന്ന്, പക്ഷേ ഇപ്പോഴും അതേപോലെ ലേബർ ക്യാമ്പിലും മറ്റുമൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഇതേപോലെ ഇപ്പോഴും അതേ ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ചായ പോലും നമുക്കൊരു ഇപ്പോൾ ലക്ഷറിയുടെ ഭാഗമായിട്ട് ആണ് ഞാൻ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എന്നെ തോന്നിയതാണ്. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു മാത്രം. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഓക്കെ, ബൈ.